ഇ.ഡി. സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബി അധികൃതരും സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ എന്തിനാണ് വീണ്ടും സമൻസ് അയച്ചതെന്ന് ഇ.ഡി. വ്യക്തമാക്കണമെന്നാണ് ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരും. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. വളരെ നിർണായകമായ ഒരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ കേസ് പരിഗണനയിലുള്ളപ്പോൾ വീണ്ടും ഇ.ഡി. സമൻസ് അയച്ചിരിക്കുന്നത് എന്ന ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക്കും കിഫ്ബി അധികൃതരും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. എപ്പോഴായിരിക്കും കേസ് കോടതി പരിഗണിക്കുന്ന മറ്റു വിവരങ്ങൾ? അഞ്ജന, ഇത് ജസ്റ്റിസ് ടി.ആർ. രവിയുടെ ബെഞ്ച് 68ാമത്തെ ഇനമായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കോടതിയുടെ പരിഗണനയിൽ ഈ ഹർജി വന്നേക്കാം എന്നാണ് കരുതുന്നത്. തോമസ് ഐസക് പലതവണ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അതായത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സമൻസ് ചോദ്യം ചെയ്ത് നേരത്തെ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് ഇ.ഡി. നോട്ടീസ് നിയമപരമല്ല, അനാവശ്യ കാര്യങ്ങളാണ് ഇ.ഡി. നോട്ടീസിലൂടെ ചോദിച്ചത്, അതുകൊണ്ട് തുടർ നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഹൈക്കോടതിയെ തോമസ് ഐസക് സമീപിക്കുകയും തോമസ് ഐസക്കിൻ്റെ വാദങ്ങൾ ഹൈക്കോടതി അന്ന് ശരിവെച്ച് ആ സമൻസ് റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് ഇ.ഡിക്ക് പോകേണ്ടിയും വന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഇ.ഡി. സമൻസ് അയച്ചിരിക്കുകയാണ്. ഈ കിഫ്ബിയുടെ മസാല ബോണ്ടിൽ ഫെമ നിയമലംഘനം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് വീണ്ടും സമൻസ് അയച്ചത്. ഈ സാഹചര്യത്തിലാണ് തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് നേരത്തെ എന്ത് കാരണം കാട്ടിയാണോ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സമൻസ് ഹൈക്കോടതി റദ്ദാക്കിയത്, അതേ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നിട്ടും ഇത്തരത്തിൽ നോട്ടീസ് അയച്ചത് കോടതിയുടെ തന്നെ ഉത്തരവിൻ്റെ ലംഘനമാണ് എന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഇത്തരത്തിലൊരു ഹർജി പരിഗണനയിലിരിക്കെ ഇത്തരത്തിൽ വീണ്ടും നോട്ടീസ് അയക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കണം എന്ന് ഇ.ഡി. വിശദീകരിക്കണമെന്നും തോമസ് ഐസക് കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇ.ഡി. പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു. ഈ വിഷയത്തിൽ കോടതിയും ഇ.ഡിയുടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. നാളെയാണ് തോമസ് ഐസക്കിനോട് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇ.ഡി. നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇ.ഡിയെ സംബന്ധിച്ച് ഇ.ഡി. എന്ത് വിശദീകരണമാണ് ഇന്ന് കോടതിയിൽ നൽകുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനമായി ഉറ്റുനോക്കുന്നത്. തോമസ് ഐസക് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് സെക്ഷൻ 37 പ്രകാരമുള്ള നോട്ടീസ് അയക്കാൻ ഇ.ഡിക്ക് അധികാരമില്ല. സെക്ഷൻ 13 പ്രകാരമുള്ള ക്രമക്കേട് കണ്ടെത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിൽ നോട്ടീസ് അയക്കാൻ അധികാരമുള്ളൂ. ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല. മാത്രമല്ല, താൻ നിലവിൽ തനിക്ക് കിഫ്ബിയിൽ റോളില്ല, അതുകൊണ്ട് ഏത് തരത്തിലാണ് ഈ കിഫ്ബി ഫണ്ടിൻ്റെ വിനിയോഗം എന്ന് സംബന്ധിച്ചതിൻ്റെ രേഖകൾ തൻ്റെ കൈവശം ഇല്ല എന്നൊക്കെ തോമസ് ഐസക് നേരത്തെ കോടതിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ ഇ.ഡി. വീണ്ടും നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിലെ നിയമലംഘനം തോമസ് ഐസക് കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ്. അതിൽ ഇന്ന് വിശദമായ വാദം നടക്കാനാണ് സാധ്യത. അഞ്ജന, എന്തായാലും വളരെ നിർണായകം തന്നെയാണ്. കാരണം നാളെയാണ് ഹാജരാകാൻ വേണ്ടി തോമസ് ഐസക്കിനോട് ഇ.ഡി. സമൻസ് അയച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് തോമസ് ഐസക്കിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്തായിരിക്കും ഹൈക്കോടതിയിൽ നടക്കുക എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്.